രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥിരം ഹോബിയാണ് മോദി പരിഹാസം, ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ പരിഹാസം എന്താണ്? ഏറ്റവും ഒടുവിലത്തെ പരിഹാസം നമ്മുടെ ട്രംപിനെ മോദി വിളിച്ചുവെന്ന് ട്രംപ് പ്രസ്താവിച്ചല്ലോ, അത് അതേപോലെ തന്നെ ഇദ്ദേഹം ഛർദ്ദിച്ചു. അതായത് എന്നിട്ട് അദ്ദേഹത്തിന്റെ മുത്തച്ഛിയെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി. അതാണ് അദ്ദേഹം നടത്തിയ പരിഹാസം. മോദിയുടെ മുത്തച്ഛിയെ കുറിച്ചോ? അല്ല, സ്വന്തം മുത്തച്ഛി, അതായത് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛി ഇന്ദിരാഗാന്ധിയെ കുറിച്ച്. ഓ, അത് ശരി, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് എന്താണ് ഓർമ്മപ്പെടുത്തൽ? അതായത് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അമേരിക്ക അവരുടെ 7ാം കപ്പൽപ്പടവ് 7th ഫ്ലീറ്റിനെ അയച്ചപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ആ അമേരിക്കയ്ക്ക് താക്കീത് കൊടുത്ത് അവർക്ക് വഴങ്ങാതിരുന്നതാണെങ്കിൽ താങ്കളിപ്പോൾ ട്രംപ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുകയില്ലേ, കേൾക്കുകയല്ലേ, ഒരു സ്കൂൾ കുട്ടിയെ പോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതില് ഇദ്ദേഹം ഈ മലർന്നു കിടന്ന് തുപ്പുക അല്ല എങ്കിൽ സ്വയംകൃത അനർത്ഥത്തിൽ ചാടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ഈ ധൈര്യം വന്നത് റഷ്യയുടെ പ്രസ്താവനയിലാണ്. റഷ്യ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങളുടെ കപ്പൽപ്പട നിങ്ങളെ തടയുമെന്ന് പറഞ്ഞു. അവരവരുടെ ഫ്ലീറ്റ് ഇറക്കി. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്ത ചരിത്രം ഇപ്പോൾ രാഹുൽ ഗാന്ധി കാരണമാണോ പുറത്തു വരുന്നത്? ഇത് ഈ പയ്യന്റെ രാഷ്ട്രീയമായ അപക്വതയുടെ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അല്ലേ? ഏറ്റവും ഉദാഹരണം, ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യും, ആലോചിച്ചു. അല്ല, ഇതിലൊക്കെ വലിയ രസം എന്ന് പറയുന്നത്, ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഭീഷണി ഭീകരന്മാർ ആണവ ബട്ടൺ അമർത്തുമോ, ഇസ്ലാമിക് ബോംബിൻ്റെ. ഈ ഇസ്ലാമിക് ബോംബ് ഞങ്ങൾ തകർത്ത് തരാം, നിങ്ങൾ ഇസ്രായേൽ ഗ്യാസോലിൻ കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് വിമാനം പറത്താനുള്ള ഗ്യാസോലിൻ, അവിടെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി തന്നാൽ മതി, അമൃത്സറിലോ എവിടെങ്കിലും വിമാനം ഇറങ്ങാനുള്ള സൗകര്യം. അപ്പോൾ പേടിച്ചിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയാണ് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്, പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാവുന്നതിന് മുമ്പേ നശിപ്പിക്കാനുള്ള ഒരു സ്ട്രൈക്കിന് വേണ്ടി പ്ലാൻ ചെയ്തു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, നോ, ഞങ്ങൾ ഇടപെട്ടുകളെയും എന്ന് പറഞ്ഞതോട് പേടിച്ച് പിന്മാറി. അതാണ് ഇന്ദിരാഗാന്ധി. അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധിയെ വീണ്ടും ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു അവസരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ഭീരുത്വം നിറഞ്ഞ നിരവധിയായ ഘടകങ്ങൾ ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന് അടുത്ത തിരിച്ചടിയായി. ഈ മനുഷ്യൻ അവിടെ തലപ്പത്തിരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കിയാണ്. 90,000 ഭടന്മാരെയാണ് അന്ന് പാകിസ്ഥാന്റെ 90,000 ഭടന്മാരെയാണ് ഇന്ത്യക്ക് സറണ്ടർ ആയത്, പാകിസ്ഥാൻ കീഴടങ്ങിയത്. ഇന്ദിരാഗാന്ധിയുടെ മിടുക്കല്ല, അത് നമ്മുടെ സൈനികരുടെ മിടുക്കാണ്. മനേക്ഷയുടെ കാലത്താണത്. അത് ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലെയല്ല മനേക്ഷ യുദ്ധം ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോ ഈ 90,000 ഭടന്മാരെ നിരുപാധികം വിട്ടയച്ചു, ഒരു കണ്ടീഷനും വെച്ചില്ല. യുദ്ധത്തിൽ ജയിച്ച രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി? നേട്ടം മുഴുവൻ പാകിസ്ഥാനുണ്ടായി. അവരുടെ ഭടന്മാരെ കിട്ടി. നമ്മളുടെ ഏകദേശം 3000 ഭടന്മാരെ പാകിസ്ഥാൻ തടവിലാക്കി അവിടെ തടവറയിൽ കിടന്ന് നരകിച്ച് മരിച്ചു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, ആ സമയത്ത് പാകിസ്ഥാന്റെ കയ്യിൽ ജമ്മു കാശ്മീരിന്റെ മൂലൊന്ന് പ്രദേശം അപ്പോഴിരിപ്പുണ്ട്. 90,000 ഭടന്മാരെ ഞങ്ങൾ തിരിച്ചു തരണമെങ്കിൽ അധിനിവേശ കാശ്മീരിൽ നിന്ന് പിന്മാറണമെന്ന് എന്തേ ഇന്ദിരാഗാന്ധിക്ക് പറയാൻ തോന്നിയില്ല? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ആ യുദ്ധം കൊണ്ട് ഒരു ലാഭവുമില്ലാതെ നഷ്ടം മാത്രം ഉണ്ടായ 10-20,000 ഭടന്മാരെ ഇന്ത്യക്ക് ബംഗ്ലാദേശ് യുദ്ധത്തിൽ നഷ്ടമായി. ഈ കണക്കൊക്കെ പുറത്തു വരാനായിട്ട് ഏതായാലും രാഹുൽ ഗാന്ധി കാരണമായിട്ടുണ്ട്. കോൺഗ്രസിന് അടുത്ത ഏറ്റവും മോശമായ ഒരു അവസ്ഥയിൽ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയം കൂടെ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തൊലച്ചിട്ട് പോയ പാകിസ്ഥാനിലെ ആൾക്കാർക്ക് ഇന്ന് അവന്ന് പാരിതോഷികം പോലെ ഇന്ത്യയുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ദാനം ചെയ്ത കോൺഗ്രസ് ഗവൺമെന്റിന്റെ അതേ പാതയിലാണ് ഇവർ പിന്തുടർന്നത്. ദാനമായിട്ട് 90,000 ഭടന്മാരെ അങ്ങ് വിട്ടുകൊടുക്കുക, എന്നിട്ട് കയ്യും കൊടുത്ത് വിരിഞ്ഞു പോവുക. എന്തൊരു വൃത്തികേടാ, എന്തൊരു ദ്രോഹമാണ്. അത് അന്നേ പിടിച്ചു വാങ്ങിയിരുന്നെങ്കിൽ ഈ കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ സകലമാന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഇത്രയും പേരുടെ ചോര നമുക്ക് വിലയായിട്ട് കൊടുക്കേണ്ടി വരില്ല. ഈ 2ാം ലോക മഹായുദ്ധം നടന്നത് നമുക്കറിയാമല്ലോ, 1ാം ലോക മഹായുദ്ധം. ഇതിലൊക്കെ രാജ്യത്തെ പല രാജ്യങ്ങളും ഭടന്മാർ കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ഹ്യൂജ് നമ്പർ ഓഫ് സോൾജേഴ്സ് എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ ഒരു രാജ്യത്തിന്
എന്താ നമ്മൾ പറയുകയില്ലേ, സ്വർണ്ണത്താലത്തിൽ വെച്ച് കൊടുക്കുന്ന ഒരു സമ്മാനം പോലെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അതായത് ഏത് ഓപ്ഷനും തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ ഒരു രാജ്യത്തിന് സമ്പൂർണ്ണമായ അധീശത്വം കിട്ടിയ ഒരു യുദ്ധ വിജയമായിരുന്നു ഈ പാകിസ്ഥാനെ കീഴടക്കിക്കൊണ്ട് ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചത്. ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചതുകൊണ്ട് നമ്മൾക്ക് എന്ത് ഗുണമുണ്ടായി? ആക്ച്വലി നമ്മൾ അവർക്ക് ചെലവിന് കൊടുത്ത് ഇപ്പൊ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവരെ മാറ്റിയല്ലോ. അതല്ലേ ഉണ്ടായത്. ഈ വിമോചിപ്പിച്ച സമയത്ത് അന്നും ചിക്കൻ നെക്ക് എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായിരുന്നു. അതെ അതെ, എക്സാക്ട്ലി. എന്തേ അത് പിടിച്ചെടുക്കായിരുന്നു ഇന്ദിരാഗാന്ധി? ഈ പ്രശ്നം ഇപ്പൊ ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും കൂടെ ഗൂഢാലോചന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ബംഗ്ലാദേശ് നമുക്കൊരു ശത്രുവേ ആകില്ല. എന്നാൽ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനോടൊപ്പം ഉയർന്നു വരുന്നു. അതായത് ഈ ട്രംപിനെ സാർ ഞാൻ അവിടെ വന്ന് കണ്ടോട്ടെ എന്ന് മോദി ചോദിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ട്രംപ് ഇതേപോലെ ധാരാളം കള്ളം പറയും. ഒരു അമേരിക്കൻ പ്രസിഡന്റിൽ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞ ആൾക്കുള്ള നോബൽ സമ്മാനമാണ് ഒരു പക്ഷേ പൊങ്ങച്ചം പറഞ്ഞൊരാൾക്ക് ഉള്ളതൊക്കെയാണ് ഈ ട്രംപിന് അവകാശപ്പെട്ടത്. അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ സമ്മാനം കൂടെ സ്വീഡിഷ് അക്കാദമി കൊടുത്തേക്കാം. കൊടുത്താൽ അദ്ദേഹത്തിന് തന്നെയാണ്. വേറെ ആരും ഒരു രാഷ്ട്ര നേതാവ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ പ്രത്യേകിച്ച് സ്വകാര്യമായ കാര്യങ്ങൾ. അതിപ്പോ സെലൻസ്കിയെ വിളിച്ചിട്ട് വൈറ്റ് ഹൗസിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ ആൾക്കാരെ എടുത്ത് അസഭ്യം പറയുന്ന പോലത്തെ ഒരു രീതിയിൽ. ഇവിടെ ട്രംപിനെ ഒരിക്കലും മോദി പരസ്യമായിട്ടും രഹസ്യമായിട്ടും സർ എന്ന് വിളിച്ചിട്ടില്ല. മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെ പ്രസിഡന്റ് ട്രംപ്. ഔദ്യോഗികമായ കാര്യങ്ങളാണെങ്കിൽ പ്രസിഡന്റ് ട്രംപ് എന്നാണ് അദ്ദേഹം ട്വീറ്റ് പോലും ചെയ്തിട്ടുള്ളത്. പിന്നെ സാർ ഞാനിവിടെ ഒന്ന് കണ്ടോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ട്രംപ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് ട്രംപ് തന്നെ പ്രസ്താവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അവിടെ പറയുന്നത് ഞാൻ വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കാനഡയിൽ നിന്ന് G7 സമ്മേളനത്തിൽ നിന്ന് നേരത്തെ ഇദ്ദേഹം പോയി. ആര്? ട്രംപ് പോയി. ട്രംപ് G7 ആണോ G20 ആണോ ഞാൻ ഓർക്കുന്നില്ല. ആ പോയി കഴിഞ്ഞപ്പോൾ G7 ആണ്. ഇത് മോദി അവിടെ ക്ഷണിതാവായിരുന്നല്ലോ. പോയി കഴിഞ്ഞപ്പോൾ മോദിയെ വിളിച്ചു. എനിക്ക് നേരത്തെ പോരേണ്ടി വന്നു, അപ്പോൾ ഇതുവഴി ഒന്ന് കയറി പോരുമോ, നമുക്ക് സംസാരിക്കാന്ന് പറയുമ്പോൾ എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് മോദി ആ ക്ഷണം നിരസിച്ച ആളാണ്. അവിടെ അസൈൻമെന്റ് വെച്ച് അടുത്ത പരിപാടി പ്ലാൻ ചെയ്തത് ക്രൊയേഷ്യയിലേക്ക് പോയി. ക്രൊയേഷ്യയിൽ പ്രോഗ്രാം അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച ഷെഡ്യൂൾ അതിന്റെ അർത്ഥത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതാണെന്ന് നമ്മൾക്കറിയാം. ഇന്റർനാഷണൽ മീഡിയയും അമേരിക്കൻ മീഡിയയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും സാർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ രാജ്യസ്നേഹത്തെയും ഈ ഇന്ത്യയിലെ ജവാന്മാരെയും ഇന്ത്യയുടെ പൈതൃകത്തെയും നിരന്തരമായി അവഹേളിക്കുക എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ മോദിയിലാണ്. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള രാഷ്ട്രനായകൻ മോദി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ. ഒരു രസം കൂടെ കേട്ടോണേ, കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ട്, കണ്ടോ വെനസ്വലയിൽ അതുപോലെ ട്രംപ് അമ്മാവൻ ഇങ്ങോട്ട് വരും എന്ന് പറയണ്ട രാഹുൽ ഗാന്ധി തന്നെ. പക്ഷേ വന്നാ ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വെനസ്വലയിലെ മറുടയെ പോലല്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈദി അമീനെ പോലല്ല സിംബാബ്വേയിലെ. ഇവിടെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ എങ്ങോട്ടും പോകേണ്ടി വരില്ല പുള്ളിക്ക്. അത് പൃഥ്വിരാജ് ചൗഹാനാണ് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത്. ഇന്ത്യയും ഇത് തന്നെ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇന്ത്യ എങ്ങനെ ആരാ പറഞ്ഞത്? പൃഥ്വിരാജ് ചൗഹാൻ. അതെ അതെ. അപ്പോ കോൺഗ്രസിന്റെ വേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും രാഹുൽ ഗാന്ധി പറയില്ല. കാരണം എന്താ, അടുത്തതായിട്ട് പോകുന്ന കൊളംബിയയിലൊന്ന് പോകുന്നു പേടിച്ചിരിക്കുക പുള്ളി. കാർട്ടലിന്റെ അവിടെ മയക്കുമരുന്ന് രാജാവിന്റെ മകളാണ് ഇദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധുവോ കാമുകയോ എന്തുമായിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്വകാര്യം. അപ്പോൾ ആ ഒരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ സംഗതി കുഴപ്പം തന്നെയല്ല. ഇടതുപക്ഷ ഭരണം നടക്കുന്ന സ്ഥലമാണെന്നേ. നഗര നക്സലൈറ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടും അത്. അതുകൊണ്ട് ട്രംപിനോട് ഇച്ചിരി ദേഷ്യമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം പറയില്ല. രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി കോൺഗ്രസ്സുകാരെല്ലാം പറയും. അദ്ദേഹം ഇതേപോലെ തന്നെ ചൗക്കീദാർ ചോർഹയെന്ന്. അതെ, ഇത് പറഞ്ഞതോടുകൂടി കോൺഗ്രസിന്റെ അഴിമതി കഥകളാണ് പിന്നെ ചർച്ചയായത്. ഈ ചൗക്കീദാർ ചോർഹ എന്ന് പറയുമ്പോൾ അദ്ദേഹം കട്ടത് എന്താണെന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് പറഞ്ഞില്ലേ. ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വാക്ക് പോലെ അതിന്റെ പിന്നിൽ ആ പ്രതിച്ഛായ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ കൊടുക്കണം. അതില്ല മോദിക്കെതിരെ പറയാനായിട്ട്. അതേപോലെ റാഫേൽ പറഞ്ഞു ഭയങ്കര അഴിമതിയാണ് റാഫേൽ വിമാന ഇടപാടിലെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ വ്യോമസേനയിൽ റാഫേൽ വന്നപ്പോൾ ഇന്ത്യക്കാർ, രാജ്യസ്നേഹമുള്ള എല്ലാ ഇന്ത്യക്കാരും അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ കണ്ടത്. AK ആന്റണി പോയതിനു ശേഷം രാജ്യത്തെ എല്ലാ 3 സേനകളും വികസിക്കുന്നത് കണ്ട് ആൾക്കാർ സന്തോഷത്തിലായിരിക്കുമ്പോൾ ആ
പൾസ് അറിയാതെ അനവസരത്തിൽ അദ്ദേഹം അതും പറഞ്ഞു. സുപ്രീം കോടതി അതെടുത്ത് ദൂരെ കളഞ്ഞു. ഇത്രയേ ഉള്ളൂ മാഷെ. ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ രാഹുലിന് കൗതുകം. പക്ഷെ ആ കൗതുകം കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുള്ള സാധ്യതകളെയും ഇല്ലാതെയാക്കും. കാരണം അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മോദി മുന്നോട്ട് പോകുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന സാധാരണ മനുഷ്യന്, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ്. ആ അവസ്ഥയിൽ ഈ ചത്ത സംഘടനയാണെന്ന് ട്രംപ് പറഞ്ഞ ഉടനെ ഇത് ഇദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹം ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യവിരുദ്ധന് കോൺഗ്രസിന്റെ തലപ്പത്ത് ഇരുന്ന് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ അതിൽ നിന്ന് പിന്നോട്ട് വലിയ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ നമ്മുടെ സിലബസിൽ വിവരം എന്നൊരു സാധനമില്ല. അത് തനിയെ പഠിക്കേണ്ടതാണ്. അത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ കിട്ടണമെന്ന്. അതെ, ഇത് മസിൽ പെരുകിയാലൊന്നും അത് കിട്ടില്ല. അതാണ് പ്രശ്നം. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ഹിന്ദി ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.